ഇത് കരിപ്പോയിൽ ദേവീക്ഷേത്രം. മാവേലിക്കര കാറ്റാനം റോഡിൽ ഭരണിക്കാവ് ക്ഷേത്രത്തിന് തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് ഈ അമ്പലത്തിനെ പറ്റി വലിയ വിശ്വാസം. ഞാൻ ആവശ്യമില്ലാതെ പോലും മറ്റു ക്ഷേത്രങ്ങളിലെങ്ങും ആവശ്യമില്ലാതെ പോകത്തില്ല. കാരണം ഞാൻ ഏതാണ്ട് 2020 തോന്നി ഇവിടെ ദേവപ്രശ്നം നടത്തി. അതിന് ശേഷം 365 ദിവസം മഴയുള്ളപ്പം വരത്തില്ല, കാരണം തറയോട് തിന്നുന്നു. അല്ലാത്തപ്പോൾ ദിവസവും വരും. ഞാൻ ഈ ഓടിച്ച് മറ്റുള്ള ഭക്തരുടെ കൂട്ട് ഓടി നടന്ന് തൊഴുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ഞാനിവിടെ വന്ന് എനിക്ക് അമ്മയെ വിശ്വാസമാണ്. എനിക്ക് ഇതുവരെ ഒരു ദോഷവും ഉണ്ടായിട്ടില്ല. എൻ്റെ ജീവിതത്തിനെ എൻ്റെ പിള്ളേർക്കാന്നേലും എനിക്കാന്നേലും ഒരു പരാജയവും ഇല്ല. ഞാനത് മാത്രമേ ഇവിടെ ഒന്ന് പറയത്തുള്ളൂ. എനിക്കൊരു അസുഖം വരെ എന്നെ പരാജയപ്പെടുത്തല്ലേ എന്ന് മാത്രമേ പറയത്തുള്ളൂ. എനിക്ക് ഭയങ്കര വിശ്വാസം. ഞാൻ ആവശ്യമില്ലാതെ പിന്നെ വല്ലൊരു കാലത്ത് നമ്മുടെ ധർമ്മദൈവം വലിയ വെട്ടിക്കോട്ടൊന്ന് പോകും, പിന്നെ വല്ലൊരു കാലത്ത് ഓർച്ചറി ഒന്ന് പോകും. ഇതല്ലാതെ പിന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽ വർഷത്തിൽ ഒരു വട്ടം അല്ലാതെ ഇവിടെ വരും. ഞാൻ മഴയുള്ളപ്പോൾ വരാത്തതേ ഈ തറയോട് തെന്നും, അതുകൊണ്ടാണ് വരാത്തത്. എനിക്കതല്ലാതെ ഞാൻ എപ്പോൾ വന്നാലും പിന്നെ മക്കളൊക്കെ കുഴപ്പമില്ല. എൻ്റെ മക്കൾക്ക് രണ്ടിനും കുഴപ്പമില്ല. അവർക്കൊക്കെ നല്ല ജീവിതം. പിന്നെ അവർ മോള് 2 വാട്ട് എണ്ണ ഇവിടെ കൊടുക്കുന്നുണ്ട്. കൊച്ചുങ്ങളുടെ പഠിത്തത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. പിന്നെ മാസം തോറും എന്ത് വഴിപാടുണ്ടെങ്കിലും ഇവിടെ നടത്തുക. അങ്ങനെ അവർക്കും വിശ്വാസം, എനിക്കും വിശ്വാസം. പിന്നെ അതുപോലെ മോനാന്നേലും മരുമോളാന്നേലും അവരുടെ എല്ലാ വഴിപാടുകളും അവരിവിടെ നടത്തുന്നുണ്ട്. എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. കറ്റാനം വില്ലേജിൽ ഭരണിക്കാവ് ക്ഷേത്ര ജംഗ്ഷന് കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ചുറ്റോട് ചുറ്റ് 7 കാവുകളാണ് സ്ഥിതി ചെയ്യുന്നത്. രാജഭരണകാലത്ത് രാജാക്കന്മാർ കളരി പഠിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ കളരിദേവിയും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ഷഡാധാര പ്രതിഷ്ഠയായ മണ്ണടി ദേവിയാണ് ഇവിടെ പ്രധാനമായും കുടികൊള്ളുന്നത്. ഭദ്രാദേവിയും ദുർഗാദേവിക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കരിപ്പോലിൽ ദേവീക്ഷേത്രം. മഹാദേവനും ഗുരുദേവനും ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയായി കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിൽ രാവിലെയും വൈകുന്നേരവും നിത്യപൂജ നടക്കാറുണ്ട്. മിക്ക ദിവസവും ഗണപതി ഹോമവും ഇവിടെ നടക്കാറുണ്ട്. മാസത്തിൽ ഭഗവതി സേവ എല്ലാ മാസത്തിലെയും അവസാന വെള്ളിയാഴ്ചയും നടക്കാറുണ്ട്. നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്താറുള്ളത്. ഇതിൻ്റെ പഴയ ചരിത്രമൊക്കെ വർഷങ്ങളോട് കണ്ട് 1000 കൊല്ലത്തിന് പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. എൻ്റെ ആദിമ കുടുംബം ഇത് ഒരു എടപ്പള്ളിയിലുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ ആവാഹിച്ച് അവരുടെ ആവാഹനമൂർത്തിയായിട്ടാണ് അവർ വെച്ചാരാധിച്ചതാണ് ഇടപ്പള്ളി ദേവി ഈ കളരി. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ഫാമിലിയായിട്ട് ഇതൊന്നും സന്താനമൊന്നും ഇല്ലാത്തതായിരുന്നു. അന്ന് ഇവിടുത്തെ കാരണവരായിട്ടുള്ള ഈഴവ സമുദായത്തിലെ കാരണവരെ ഏൽപ്പിച്ച് പിന്നീട് ഈഴവ സമുദായക്കാരാണ് ഇത് നടത്തിക്കൊണ്ട് പോരുന്നത്. അങ്ങനെ ഇതിൽ നടത്താൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ SNDPക്ക് ആധാരം എഴുതി കൊടുത്തത്. അങ്ങനെയാണ് SNDP ആണ് പിന്നെ ഇവിടെ പുനർനിർമ്മാണം കുടുംബക്കാരുടെ സഹകരിക്കാം സംയുക്തമായിട്ട് ക്ഷേത്രങ്ങളൊക്കെ പണിത് പഴയ ക്ഷേത്രങ്ങളൊക്കെ ജീർണതയായി അത് പുനരുദ്ധാരണം ചെയ്തു. കാണിപ്പയ്യൂരിൻ്റെയും പിന്നെ മാന്നാർ കൃഷ്ണപിള്ളയുടെയൊക്കെ ദർശനവിധി പ്രകാരമാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. കൂടാതെ മണ്ണടി ദേവിയെ ഇപ്പം നിത്യപൂജയാണത്. മണ്ണടി ദേവിയെ ഇവിടെ ആവാഹിച്ച് യോഗീശ്വരൻ ദാസ് ചെയ്താണ് മണ്ണടി ദേവിയെ ഇവിടെ ആവാഹിച്ചു കൊണ്ടുവന്ന്. അങ്ങനെ ഷടാധാരത്തിൽ പ്രതിഷ്ഠയാണ് ഭദ്രയും ദുർഗയാണ് ഇവിടെ ഇപ്പോഴത്തെ. പിന്നെ ഉപദേവതകളായിട്ട് യോഗീശ്വരനെ, പരമശിവനെ, യേച്ചിയമ്മ, പിന്നെ ബ്രഹ്മരക്ഷസ്, നാഗദൈവങ്ങളെ, പിന്നെ മൂർത്തി, പേയ എല്ലാ ഉപദേവതകളുമുണ്ട്. കൂടാതെ ഗണപതിയുടെ സാന്നിധ്യമുള്ള ക്ഷേത്രമാണ്. ഗണപതി ക്ഷേത്രം പണിഞ്ഞിട്ടില്ല, സാന്നിധ്യമാണ് ഇവിടെ. ഗുരുദേവൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹമാണ് 140 നമ്പർ SNDP ശാഖ അദ്ദേഹം രജിസ്ട്രേഷൻ മേൽനോട്ടത്തിലാണ്. കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെ ക്ഷേത്രവും ഉരുമന്ദിരവും മുന്നോട്ട് പോകുന്നു. എൻ്റെ പേര് അരുൺ. ഞാനാണ് കരിപ്പോലിലെ തിരുമേനി.
ഇപ്പം 9 മാസമായി ഞാനിവിടെ വന്നിട്ട്. അടുത്ത ഉത്സവം ആകുമ്പോഴത്തേക്ക് 1 വർഷമാവും. എനിക്ക് പറയാനുള്ളത്, അമ്മ ഭഗവതി ഭദ്രകാളിയുണ്ട്, ഇവിടെ ദുർഗയുണ്ട്, മഹാദേവനുണ്ട്, ഗുരുദേവനുണ്ട്. ഭഗവതി ഇവിടെ ഉണ്ട്, മഹാദേവനും ഉണ്ട്, ദുർഗയുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. അതെനിക്കറിയാം. ഞാൻ ഇപ്പോൾ 1 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇവരിവിടെ ഉണ്ടായിട്ടാണ് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം പറഞ്ഞാലും പേര് കേട്ടാലും എവിടെ നിന്നെല്ലാം അന്വേഷിച്ചാലും കണ്ടുപിടിച്ച ആൾക്കാരൊക്കെ വരുന്നുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ് ഭഗവതിയും മഹാദേവനും ദുർഗയും. അപ്പം ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് തൊഴണം, അനുഗ്രഹം മേടിക്കണം എന്നുള്ളു. എന്തെങ്കിലും നടത്തണം വന്നു കഴിഞ്ഞാൽ. ഇപ്പം അമ്മയ്ക്ക് പായസം, കടും പായസം കൊടുക്കുന്നത് നല്ലതാണ്. അത് വന്ന് ചെയ്യണം. एकदन्तं महाकायं तप्तकाञ्चन सन्निभं लम्बोदरं विशाला लंबो